ഞാനിപ്പം വരുന്നത് എവിടുന്നാന്നറിയാം ഞങ്ങൾക്ക്? കുറ്റ്യാടിന്നാ വരുന്നത്. കുറ്റ്യാടി മുതൽ ബട്ടർ റോഡ് വരെ നല്ല മഴ, പെരും മഴ. അവിടുന്ന് ഇങ്ങോട്ട് മഴയല്ല, ചാറലേ ഉള്ളൂ. ഞാൻ വരുന്ന സമയത്ത് പേരാമ്പ്രക്കടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ആ ഉദ്ഘാടനം നടക്കുന്ന ഷോപ്പിന്റെ മുൻപിൽ ഒരു മുയലുണ്ട്, വലിയൊരു മുയല്, മനുഷ്യമൊയല്. ഒരു മുയലിന്റെ തലയാണ്, മുയലിന്റെ ഉടലുണ്ട്, രോമക്കുപ്പായൊക്കെ ഉണ്ട്. അതിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചെറിയ ബ്ലോക്ക് വന്നപ്പോ ഞാൻ അതിങ്ങനെ നോക്കി നിന്നു. ഞാനിത് പറയുന്നതേ നാളെ എനിക്കും ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാ, അല്ലാണ്ട് നിങ്ങളുടെ ഇടയിലൊന്ന് പ്രസംഗിച്ച് ഷോ കാണിക്കാനോ ഫാൻസിനുണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. ആ തുള്ളിന്റെ ഇടയില് അതൊരു മനുഷ്യനാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഏതെങ്കിലും കാറ്റുകൊണ്ടുള്ളത് അതിനൊരു സ്റ്റെപ്പേ ഉണ്ടാവും. ഇതല്ല, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഒരു അറിഞ്ഞൂടാത്ത തുള്ളല്, ഒരു അറിഞ്ഞൂടാത്ത ഡാൻസ്. അതിനനുസരിച്ചിട്ട് ഓൻ അതിനേക്ക് ഇങ്ങനെ ക്ഷണിക്കുന്നുണ്ട് ബസ്സുകാരെയൊക്കെ. ആ ഒരു രൂപത്തിന്റെ താഴെ ആരാന്നറിയാൻ ഒറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ. പകുതി പൊളിഞ്ഞു പോയി തുന്നിച്ചേർത്തൊരു VKCന്റെ പ്രായമുള്ളവർ ഇടുന്ന ഒരു ചെരുപ്പ്. ആ ചെരുപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഏതോ വാപ്പയാ, ഏതോ ഒരു വാപ്പയാ. ചെറുപ്പക്കാരനൊന്നുമല്ല, ഏതോ ഒരു പ്രായമുള്ള വാപ്പ, അധികം പ്രായമല്ലാത്ത ഒരു പ്രായമുള്ള വാപ്പ. കറുത്ത അഥവാ ചുളിഞ്ഞ് കറുത്ത് കിടക്കുന്ന ഒരു കാലും അതിൻ്റെ ഉള്ളിൽ ഒരു VKC ചെരുപ്പും, അവിടുന്ന് മേലോട്ടൊരു മുയലിന്റെ ഉടലും. എന്നിട്ട് ഇന്ന് വരെ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് പോലും അറിയാത്ത മനുഷ്യൻ സ്റ്റെപ്പ് കാണിച്ചുകൊണ്ടിരിക്കുക. ആ തുള്ളല് കണ്ടാൽ അറിയാം അയാൾക്ക് ഡാൻസ് അറിഞ്ഞൂടാന്ന്. എന്നിട്ടും അയാൾ നിർത്താണ്ട് തുള്ളുക. ഞാൻ അവിടെ നിന്ന ആ ഏകദേശം 3 മിനിറ്റ്, ഞാനിപ്പം ഇവിടുന്ന് തുള്ളി എനിക്ക് 3 മിനിറ്റ് തുള്ളാൻ പറ്റൂല. പക്ഷെ ആ 3 മിനിറ്റ് അദ്ദേഹം തുള്ളിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ തുള്ളുന്നത് ആരാന്നറിയാവോ? നിങ്ങൾ ഓരോരുത്തരുടെയും വാപ്പയാ. അയാൾ അവിടെ തുള്ളുമ്പോ നിങ്ങളെ വാപ്പാരെ തുള്ളുന്ന സ്ഥാപനത്തിലാ, കച്ചവട സ്ഥാപനത്തിലാ, ചിലപ്പം വിദേശത്ത് അറബിന്റെ വീട്ടിലാ, അല്ലെങ്കിൽ സ്വദേശത്ത് പല രംഗത്തുവാ. അവര് തുള്ളുന്നതേ ഇക്കാലം വരെ ഒരാൾക്ക് മുൻപിൽ മക്കളുടെ മുമ്പ് പോലും ഒരു സ്റ്റെപ്പ് എടുക്കാത്ത വാപ്പ സ്റ്റെപ്പ് എടുക്കുന്നതേ മക്കളെ നിങ്ങളെ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയാ. ആൾക്കാരെ മുൻപിൽ നിങ്ങൾ തലകുമ്പിട്ടിരിക്കാൻ വേണ്ടിയാ. നിങ്ങളെ വയറൊന്ന് നിറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാ. 4 ആളുകൾക്ക് മുൻപിൽ നിങ്ങളെ സന്തോഷത്തോടെ കൊണ്ടെടുക്കാൻ വേണ്ടിയാ. അത് തിരിച്ചറിയാൻ നിന്റെ മക്കൾക്ക് പറ്റിയിട്ടില്ലേ? പിന്നെ എന്ത് ഡിഗ്രി അങ്ങക്ക് ദുനിയാവിൽ നേടാനുള്ളത്? പിന്നെ ഏത് ക്യാമ്പസിൽ അങ്ങക്ക് ചെന്ന് ഷോ കാണിക്കാനുള്ളത്? പിന്നെ ആരുടെ ഇഷ്ട മക്കളെ എങ്ങൾക്ക് നേടാനുള്ളത്? അതുകൊണ്ട് തന്നെ ആ ലോകത്തിന്റെ തിരുദൂതം പഠിപ്പിച്ചതും നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഹൈറായി ഹക്കായി നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ മാതാപിതാക്കളെ.